ഇപ്പം നമ്മൾ ഈ ADHD ഒക്കെ ഉള്ള കുട്ടികൾ കുറേ പേര് വന്ന് നമ്മളോട് ചോദിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു ADHD ഉള്ള കുട്ടികളുണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ വളരെ ആശങ്കാകുലരായിരിക്കുന്ന ഒരു വിഷയം നമ്മളിവരെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അവരോട് സംസ്ഥ ലേണിംഗ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അത്തരത്തിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ പറയുന്ന ADHD ആയാലും ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ പോലുള്ള വിഷയങ്ങളായാലും ഈവൺ MR ആയാൽ പോലും കൺവിൻസ് ദ റിയാലിറ്റി. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് അറിഞ്ഞപ്പോൾ പാരൻസിന് കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ, ഇത് എൻ്റെ കുട്ടിക്ക് അതാണോ ഇതാണോ ഇങ്ങനെ. അപ്പോൾ അതിൽ ഈ പലതും നമ്മൾ വിചാരിക്കുന്നത് ADHD അല്ല. ചില കുട്ടികൾ കുറച്ച് ഹൈപ്പർ ആയിരിക്കും, ചില കുട്ടികൾ നല്ല കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉണ്ടാവും. പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് ഈ ഫ്ലാറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികൾ ഒന്ന് ചാടിക്കളിക്കാൻ ടെൻഡൻസി കാണിക്കും ക്ലാസ് മുറിയുടെ അകത്ത്. അതൊന്നും ADHD അല്ല. നമ്മൾ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നല്ലോ, അത്തരത്തിലുള്ള കുട്ടികളെയും പോലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ADHD ആണ് എന്ന് സംശയിച്ചിട്ട് പല സൈക്കോളജിസ്റ്റുകളും ഇത് ADHD എന്നൊക്കെ ബ്രാൻഡ് ചെയ്ത് പാരൻ്റ് അതിന് വേണ്ടിയിട്ട് കുറേ മരുന്നും കാര്യങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ കുട്ടീനെ കറക്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ പാരൻറ്റിങ് സെഷനുകളിലൊക്കെ അതിൻ്റെ റിയാലിറ്റി കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ ADHD ആണെങ്കിൽ ഒരു സത്യമാണ്, അങ്ങനെയുള്ള ഒരു കുട്ടീനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കുറേ നേരം ഒന്നും പിടിച്ചിരുത്താൻ വേണ്ടി പറ്റില്ല. നമ്മൾ പാരൻസിന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കുട്ടി പലപ്പോഴും ADHD ആയിക്കൊള്ളാം എന്നില്ല, ആണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ചില സ്ട്രാറ്റജികൾ ചെറിയ സമയം ഉപയോഗിച്ച് പഠിക്കുക, ചെറിയ സാധ്യതകൾ കണ്ടെത്തുക, വെപ്രാളവും ബേജാറും ഒഴിവാക്കുക, സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെയാണ് അതിൽ